ദീർഘവീക്ഷണമുള്ള നേതാക്കൾക്ക് ഒരു നാടിനെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. തീർത്തും അവഗണനയിൽ കഴിഞ്ഞിരുന്ന ഹൈറേഞ്ച് മേഖലയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയ ഒരു ആത്മീയ നേതാവിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ നേർക്കാഴ്ചയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന ദൈവത്തിൻ്റെ തിരുവചനം ആപ്തവാക്യമായി സ്വീകരിച്ച അറയ്ക്കൽ പിതാവ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം ചെലവഴിച്ചത് ഹൈറേഞ്ചിലെ ജനങ്ങൾക്കു വേണ്ടിയായിരുന്നു. മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറം ജനങ്ങൾക്കു വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സൊസൈറ്റിയാണ് PDS, പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. PDS രൂപം കൊണ്ട നാൾ വഴികളിലൂടെ അറയ്ക്കൽ പിതാവിനോട് ചേർന്ന് ആ പഴയ കാലത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അമ്പൂരിയിലെയും ചങ്ങനാശ്ശേരി അതിപത്രാസനത്തിലെയും ശുശ്രൂഷയ്ക്ക് ശേഷമാണ് 1977 ഞാൻ പീരുമേട്ടിലെത്തുക. പീരുമേട്ടിൽ ഞാൻ എത്തുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 2-3 കുടുംബങ്ങൾ ആ ഇടവകയിലുണ്ട്. പിന്നെയുള്ളവർ ചുറ്റുപാടും ഏതെങ്കിലും തരത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, അതിൻ്റെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഗിരിവർഗ കോളനികൾ, പ്ലാക്കത്തറം. അപ്പം അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് പീരുമേട്ടിൽ ഞാൻ ചെന്നെത്തുക. പക്ഷേ എനിക്കവിടെ ആശ്വാസം പകർന്ന ഏക സംഗതി, ആ പള്ളി പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള പള്ളിയാണ്, ദേവാലയമാണ്. അതുകൊണ്ട് ഈ ഇല്ലായ്മയുടെയും അല്ലായ്മയുടെയും മധ്യത്തിൽ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാ എന്നെ ഇവിടെ ഇങ്ങോട്ട് വിട്ടതെന്നുള്ളത്. ഇവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? അമ്മ എനിക്ക് വഴികാട്ടി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വിശുദ്ധ ബലി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി, ആരെയും കാണാനില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു, എന്നാൽ വണ്ടിപ്പെരിയാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്, ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ്. അങ്ങനെ ബസ് കയറി ഞാൻ വണ്ടിപ്പെരിയാറിൽ ചെന്നു. അവിടെ ഒരു കടയുടെ ഓരം ചേർന്ന് ഞാൻ ദൂരെ മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രത്യേകത വിധത്തിൽ വേഷവിധാനം ചെയ്ത, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർ ഗിരിവർഗക്കാരാണെന്നുള്ളത്. അവർ വന്ന് ഷോപ്പിംഗ് നടത്താൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അവരെന്താണ് കൊടുക്കുന്നത്, എന്താണ് വാങ്ങിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു. അവർ കൊടുക്കുന്നത് ഏലക്കായും കുരുമുളകുമാണ്. പക്ഷെ അവർ വാങ്ങിക്കുന്നത് പുകയിലയും ഉപ്പുമായിരുന്നു. ഇത്രയും വിലയുള്ള സാധനം കൊടുത്തിട്ട് അധികം വിലയില്ലാത്ത പുകയിലയും ഉപ്പും അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെയാണല്ലോ നമ്മൾ ഇടപെടേണ്ടത്. ഇത്രയേറെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു രംഗം, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുക? അവർ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? ശബരിമലയ്ക്കടുത്തുള്ള ഗിരിവർഗ കോളനിയിൽ നിന്നാണ്. ആ കോളനിയിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ ദുരിതമായ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെല്ലാം ഏറുമാടങ്ങളാണ് താമസിക്കുന്നത്. വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പട്ടിണിയും എല്ലാം. അപ്പോൾ ഇവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. തിരിച്ചു വന്ന് ഞാൻ കുമളി DFOയുടെ അടുത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞ്, ഇങ്ങനെ കോളനിയിൽ ആളുകളുണ്ട് വനത്തിൻ്റെ ഉള്ളിൽ, അവരെ ഒന്ന് സാറ് സഹായിക്കാൻ തയ്യാറാവണം.
ഞങ്ങൾ എന്തെല്ലാം സഹായം ആവശ്യമുണ്ടോ, സഹകരണം ആവശ്യമുണ്ടോ അതെല്ലാം നിർവഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഇങ്ങനെ വനത്തിൻ്റെ വളരെ ഉള്ളിൽ ഇങ്ങനെ ആളുകൾ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കിവിടെ പ്രത്യേക പരിപാടികളൊന്നുമില്ല, ഫാദർ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ സഹായിക്കാനും സഹകരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോവുകയായിരുന്നു. എൻ്റെ ദൗത്യം കുറച്ച് പൈസയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മന്ത്രാലയമാണ് എൻ്റെ ലക്ഷ്യം. അവിടെയാണല്ലോ ഇങ്ങനെയുള്ള പരിപാടികൾ, പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുകയും കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുക. ഞാൻ ഡൽഹി ചെന്നു. ഗ്രാമീണ മന്ത്രാലയത്തിലേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കയറി ചെന്നു. എനിക്കാരെയും പരിചയമില്ല, എല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദി എനിക്ക് വലിയ വശവുമില്ല. അങ്ങനെ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു, TK അയ്യപ്പൻ നായർ. PDSന്റെ ഓർഗാനിക് ഗാർഡനെ നമുക്ക് ആദ്യമായി പരിചയപ്പെടാം. കർഷകർക്കാവശ്യമായ പച്ചക്കറി വിത്തുകൾ, അലങ്കാര ചെടികൾ, മണ്ണിര കമ്പോസ്റ്റ്, വെർമി വാഷ് എന്നിവ ഈ ഗാർഡനിൽ ലഭ്യമാണ്. മണ്ണ്, വെള്ളം, ചെടികൾ എന്നിവ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഞാൻ ഡൽഹി ചെന്നു. ഗ്രാമീണ മന്ത്രാലയത്തിലേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കയറി ചെന്നു. എനിക്കാരെയും പരിചയമില്ല, എല്ലാം ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദി എനിക്ക് വലിയ വശവുമില്ല. അങ്ങനെ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു, TK അയ്യപ്പൻ നായർ. അപ്പോഴെനിക്ക് മനസ്സിലായി അദ്ദേഹം മലയാളിയായിരിക്കുമല്ലോ എന്ന്. ഞാൻ നേരെ ഡോറ് നോക്ക് ചെയ്ത് അകത്ത് കയറി. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കണ്ട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ വളരെയേറെ വിഷമിക്കുന്ന ഗിരിവർഗ്ഗക്കാരുണ്ട്, പിന്നെ നാട്ടുകാരുണ്ട്, അവരെ സഹായിക്കണം. സാറ് എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഫാദർ വന്നതിൽ. കാരണം ഇതുവരെ ആരും ഇങ്ങനെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല. ഫാദറാണ് ആദ്യമായിട്ട് വരിക. ഞാൻ കേരളത്തുകാരനായതുകൊണ്ട് എന്നാൽ കഴിയും വിധം ഞാൻ ഫാദറിനെ സഹായിക്കാം. പക്ഷേ ഒരു പ്രോഗ്രാം കിട്ടുക, അതിനുവേണ്ടിയുള്ള ഫണ്ട് ലഭ്യമാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പഠിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. അപ്പോഴാണ് ഞാൻ ശരിക്കും ഈ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പ്രോജക്റ്റ് നമുക്ക് ശരിക്കും പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം, പ്രിപ്പറേഷൻ ഓഫ് ദി പ്രോജക്റ്റ്. അപ്പോൾ എന്നെ ഒരു കുട്ടിയെ പോലെ അദ്ദേഹം ഇരുന്ന് പഠിപ്പിച്ചു, എങ്ങനെയാണ് പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. കാരണം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ ആ പ്രദേശത്തെ ആൾക്കാരെ വിളിച്ചു കൂട്ടണം, അതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത്, ഡിസ്ട്രിക്റ്റ് അധികാരികളെ നമ്മൾ വിളിച്ചു കൂട്ടണം, ഗവൺമെൻറ് എന്തൊക്കെ സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം, ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടണം. അപ്പോൾ അത് വലിയൊരു നീക്കമാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇതിനെല്ലാം ഒത്തിരി പൈസ ചിലവാകുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊക്കെ ചിലവാകും, അതിനെക്കുറിച്ച് ഫാദർ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സഹായം തരും, അപ്പോൾ അത് നമുക്ക് നീങ്ങാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രോജക്റ്റ് പ്രിപ്പറേഷന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തയ്യാറാക്കി ശ്രീ TK അയ്യപ്പൻ നായർക്ക് കൊടുത്തു. അദ്ദേഹം എന്നെ അതിന് എല്ലാം സഹായിച്ചു. അന്നത്തെ കാലത്ത് 1.5 ലക്ഷം രൂപയുടെ മേളിൽ ഒരു തുകയും അപ്പം തന്നെ സാങ്ഷനാക്കി. ആ തുകയുമായിട്ടാണ് ഞാനിവിടെ തിരിച്ചു വരിക. ഈ TK അയ്യപ്പൻ നായർ എന്ന് പറയുന്ന ആൾ
3 പ്രൈം മിനിസ്റ്റർമാരുടെ പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ആളാണ്. IK ഗുജറാൾ, മൻമോഹൻ സിംഗ്, വാജ്പേയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പീരുമേട്ടിലും പരിസരങ്ങളിലുമൊക്കെ ചെയ്യുന്നതിന് കഴിഞ്ഞു. ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഫോം ചെയ്തത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന PDSന്റെ ഒരു തേയില ഫാക്ടറിയാണ് ഇത്. തേയില കൃഷി ചെയ്യുന്ന കർഷകരെ മുന്നിൽ കണ്ട് അറയ്ക്കൽ പിതാവ് ചെയ്തിട്ടുള്ള ഈ ഒരു ആശയത്തിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് അവരുടെ ഉൽപ്പന്നത്തിന് വിപണിയിൽ ലഭിക്കാവുന്നതിലും കൂടിയ വിലയാണ്. ശുദ്ധമായ തേയിലയാണ് ഇവിടെ നിന്നും ജനങ്ങളിലേക്ക് എത്തുന്നത്. ലാഭത്തിനു വേണ്ടി മായം ചേർന്ന പ്രൊഡക്റ്റുകളുടെ തള്ളിക്കയറ്റത്തിനിടയിലും PDS എന്ന ബ്രാൻഡിനെ ജനങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ തെളിവാണ് ഇവർക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങളും. PDSന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യവും ഉന്മേഷവും അസുഖങ്ങളിലൂടെ ഉണ്ടാകാനിടയുള്ള ധനനഷ്ടവുമാണ്. ഈ കാര്യങ്ങളിലെല്ലാം എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നത് TK അയ്യപ്പൻ നായരാണ്. പിന്നീട് അദ്ദേഹം എന്നെ പല ഗവൺമെൻറ് കമ്മിറ്റികളിലും എടുത്തു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്റ്റർ ഓഫ് റൂറൽ ഏരിയാസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, കപ്പാട് തുടങ്ങിയിട്ടുള്ള കമ്മിറ്റികളിൽ എടുക്കുകയും ആ കമ്മിറ്റികളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടെത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫണ്ട് മേടിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കോളനികളിലും പിന്നീട് കർഷകർക്കും ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് കഴിഞ്ഞു. ആ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആദ്യം കർഷകരുടെ കാർഷിക രംഗത്തായിരുന്നെങ്കിൽ പിന്നീട് അവിടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ അവരുടെ മറ്റുള്ള വികസന പരിപാടികൾക്കുമുള്ള നീക്കങ്ങൾക്കുള്ള പരിപാടികൾ ഞാൻ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. കോളനികളിലും ഗ്രാമങ്ങളിലുമെല്ലാം നഴ്സറി സ്കൂൾ തൊട്ട് പിന്നീട് പ്രൈമറി സ്കൂള്, മിഡിൽ സ്കൂള്, ഹൈസ്കൂള് തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ പഠന പരിപാടികൾ ആവിഷ്കരിച്ചു. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയ അവസരത്തിൽ തന്നെയാണ് കുട്ടിക്കാനത്ത് ഒരു കോളേജിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തത്. കുട്ടിക്കാനം മരിയൻ കോളേജ്. കുട്ടിക്കാനം മരിയൻ കോളേജ് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു, എങ്ങനെയാണ് അത് നടത്താൻ കഴിയുക, പരിപാടി മുമ്പോട്ട് നീങ്ങുക. പക്ഷേ ഈ രംഗത്തെല്ലാം എൻ്റെ കൂടെ നിന്ന ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. ഗവൺമെൻറ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്നോടൊപ്പം സഹകരിച്ചു. അങ്ങനെയാണ് ഇതിനൊക്കെ മുമ്പോട്ട് നീങ്ങാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഈ രംഗത്ത് അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. കുട്ടിക്കാനത്ത് കോളേജ് ഉണ്ടാകണമെന്ന് താല്പര്യപ്പെട്ട് ഞാൻ ആദ്യം ചെന്നത് K. കരുണാകരൻ്റെ അടുത്ത് തന്നെയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അത് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പേരിലേക്ക് തരികയായിരുന്നു. മരിയൻ കോളേജ് കുട്ടിക്കാനം പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പേരിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോളേജാണ്, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. പിന്നീട് അതിനോട് ചേർന്ന് തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് കോളേജ് തുടങ്ങി. അതും വളരെ ഭംഗിയായിട്ട് പോയി. ഇതിനോടനുബന്ധിച്ച് ഒത്തിരിയേറെ സ്കൂളുകളും കോളേജുകളും പ്രൈമറി സ്കൂളുകളും മിഡിൽ സ്കൂളുകളും അതുപോലെ തന്നെ LP സ്കൂളുകൾ, നഴ്സറി സ്കൂളുകൾ ഇതെല്ലാം സ്ഥാപിച്ച് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് നീങ്ങി. ജർമ്മൻ ഏജൻസിയായ KKSമായി ചേർന്ന് PDS ഓരോ യൂണിറ്റിലും വിവിധ പ്രൊജക്റ്റുകൾ ചെയ്യുന്നു. കർഷകരിലേക്ക് PDS നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു രീതിയാണ് ഇത്. അനേകർക്ക് പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ നൽകുന്നതുവഴി
കുടുംബത്തിലേക്ക് വരുമാനമാർഗം ലഭിക്കുന്നത് കൂടാതെ പ്രകൃതി സംരക്ഷണത്തിനും ഇവർ മുൻതൂക്കം നൽകുന്നു. ജർമ്മൻ ഏജൻസിയായ KKSുമായി ചേർന്ന PDS വിവിധ പ്രൊജക്റ്റുകൾ ഓരോ യൂണിറ്റിലും ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം 3 ജില്ലകളിലായിട്ട് 21 വില്ലേജുകളിലാണ് ഈ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. അതിലൊരു വില്ലേജാണ് കണമല ഗ്രാമവികസന സമിതി. അപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റുകൾ 3 തരത്തിലാണ് ചെയ്യുന്നത്. 1 ഉപജീവനത്തിനായിട്ട് ചെയ്യുന്നു, 2 പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് ചെയ്യുന്നു, 3 കുടിവെള്ള സംരക്ഷണത്തിനായി ചെയ്യുന്നു. അതിൽ കുടിവെള്ള സംരക്ഷണത്തിനായി 3 പ്രോഗ്രാമാണ് ചെയ്യുന്നത്. 1 RWH റൂഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ്, 2 വെൽ റീചാർജ്, 3 വെൽ റിനുവേഷൻ. അപ്പോൾ അതിൽ വെൽ റീചാർജാണ് ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത്. വെൽ റീചാർജ് എന്ന് പറഞ്ഞാൽ ഈ പുരമുകളിൽ വീഴുന്ന വെള്ളം നമ്മൾ പൈപ്പിലൂടെ സംഭരിച്ച് ഇങ്ങനെ ഒരു ടാങ്ക് കെട്ടി ആ ടാങ്കിലേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. ടാങ്കിൽ നമ്മൾ ഗ്രാവലും മണലും ചിരട്ടക്കരിയും നിറച്ചിട്ടാണ് അതിൻ്റെ മുകളിലേക്കാണ് വെള്ളം നമ്മൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം മൊത്തം നേരിട്ട് കിണറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റിക്കൊണ്ടിരുന്ന കിണറുകളെല്ലാം ഇപ്പോൾ ജലം ആവശ്യത്തിനുള്ള ജലമുണ്ട്, കിണർ പറ്റുന്നില്ല ഇപ്പം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ഞാൻ ഗിരിവർഗ കോളനിയിൽ നിന്ന് പഠിച്ച ഹെർബൽ മെഡിസിൻ, കാരണം അവരാരും ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നില്ല, അവരെല്ലാം ആ വനത്തിലുള്ള മരുന്നുകൾ, മെഡിസിനൽ പ്ലാന്റ്സ് അതുപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ചികിത്സകളും നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ തന്നെ കൂടുതലായിട്ട് പഠിക്കുകയും ആയുർവേദ വൈദ്യന്മാരെ വരുത്തി ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തുകൊണ്ട് ഞാനൊരു ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ ആരംഭിച്ചു. ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി വിത്ത് ഓൾ ലൈസൻസസ്. അതിനോടൊപ്പം തന്നെ ഡിസ്പെൻസറികൾ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അത് തന്നെ വലിയൊരു നീക്കമായിട്ട് ആയുർവേദ മരുന്നിൻ്റെ ഉൽപ്പാദനവും വിപണനവും ചികിത്സയും വലിയൊരു നീക്കമായിട്ട് തന്നെ എനിക്കവിടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതെല്ലാം വലിയൊരു നീക്കത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ മുമ്പോട്ട് നീക്കാനായിട്ട് കഴിഞ്ഞു. ഈ ഒരു രംഗം മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് ഗിരിവർഗ കോളനികളിലെ എൻ്റെ അനുഭവമാണ് ഇതിനെല്ലാം പാഠമായിട്ട് തീർന്നത്. അവരാരും പെസ്റ്റിസൈഡോ ഫെർട്ടിലൈസറോ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അതേസമയം തന്നെ ഒരു പ്രശ്നമില്ലാതെ തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. അവരുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായി. ആളുകളെ ഈ രോഗപ്രതിരോധ കാര്യങ്ങളുള്ള ഓർഗാനിക് ഫാമിങ്ങിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ഊട്ടിയിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫാമിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ ഫാമിലും ഒക്കെ പഠിപ്പിച്ച് വലിയൊരു കൂട്ടം കർഷകരെ ഓർഗാനിക് ഫാമിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് കഴിഞ്ഞു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ തന്നെ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു രംഗം, അത് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ടായി. അത് ദേശീയ അന്തർദേശീയ വിപണിയിലേക്ക് കയറ്റി അയക്കാനുള്ള വലിയൊരു നീക്കമുണ്ടായി. അതെല്ലാം പീരുമേട് ഡാം സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെയാണ് മുമ്പോട്ട് നീക്കാനിടയായത്. ആയുർവേദ മരുന്നിൻ്റെ ഒരു രംഗം, സ്പൈസസിൻ്റെ വേറൊരു രംഗം, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ആ രംഗങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന ഒരു ഏജൻസിയായിട്ട് പീരുമേട് ഡാം സൊസൈറ്റിയെ നമുക്ക് തീർക്കാനായിട്ടും കഴിഞ്ഞു.
ഇത് PDSന്റെ ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതിയിൽ തന്നെ മനുഷ്യനാവശ്യമായ എല്ലാ മരുന്നുകളുമുണ്ട് എന്ന് മനസ്സിലാക്കിയ അറയ്ക്കൽ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൽ രൂപം കൊണ്ട മറ്റൊരു സംരംഭം. പാരമ്പര്യ ചികിത്സകളുടെ ചുവട് പിടിച്ച് പൂർണ്ണമായും പ്രകൃതിയിൽ നിന്ന് തന്നെ സ്വീകരിച്ച ഔഷധക്കൂട്ടുകൾ കൊണ്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. വിദേശികളും സ്വദേശികളുമായ അനേകർ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. ആയുർവേദ മരുന്നുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മരുന്ന് ഫാക്ടറിയാണ് ഇത്. ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ PDSന്റെ ഔട്ട്ലെറ്റുകൾ വഴി സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തപ്പെടുന്നു. പത്താം ക്ലാസ്സിന് ശേഷം ഒരു കൈത്തൊഴിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി PDS രൂപം നൽകിയതാണ് ഈ കാർപ്പൻട്രി യൂണിറ്റ്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഒരുപാട് പേർ ഇന്ന് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നു. ഇവിടെ കൂടുതലായും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വിദേശ വിപണികളെയും വൻകിട ഹോട്ടലുകളെയും ബിസിനസ് സ്ഥാപനങ്ങളെയുമാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതുവഴി കൂടുതൽ വരുമാനം ഇവർക്ക് ലഭ്യമാകുന്നു. ഇതിൻ്റെ മധ്യത്തിൽ തന്നെയാണ് ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള വലിയ ഒരു ഉൾക്കാഴ്ച എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചയാണ്. അതനുസരിച്ചുകൊണ്ട് കർഷകരെ സംഘടിപ്പിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ വലിയൊരു നീക്കം ഞാൻ നടത്തുകയുണ്ടായി. ആ നീക്കം ഭംഗിയായിട്ട് മുമ്പോട്ട് പോയപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫാക്ടറി, അത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൂടെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഫാക്ടറി സ്ഥാപിക്കാനുള്ള ഫണ്ട് നമുക്ക് ലഭിച്ചു. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഓർഗാനിക് സ്പൈസസിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് കുട്ടിക്കാനത്ത് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. ഇനി സുഗന്ധവ്യഞ്ജനങ്ങളാണ്. കർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്പൈസസ് ഈ ഫാക്ടറികളിൽ എത്തിക്കുന്നു. ഇവിടെ നിന്നും അത് ടെസ്റ്റുകൾക്ക് വിധേയമാക്കി അതിൽ ഒരു തരത്തിലുള്ള മായങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം അതിനെ അന്താരാഷ്ട്ര വിപണി അംഗീകരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അത് പായ്ക്ക് ചെയ്യുന്നു. ഇടനിലക്കാരില്ലാതെ തന്നെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ലഭിക്കുന്നു എന്ന് മാത്രമല്ല, PDSന്റെ ലാഭവിഹിതം കൂടി അവർക്ക് ലഭിക്കുന്നു.
മ്യൂസിയത്തിലൂടെ കണ്ണോടിച്ചാൽ മാത്രം മതി അറയ്ക്കൽ പിതാവിനും സഭയ്ക്കുമുള്ള ദീർഘവീക്ഷണത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ആഴം എത്രത്തോളമുണ്ട് എന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ.